അപ്പോൾ നമ്മുടെ സുർജിത്തും സുധിയും കൂടിയുള്ള യാത്ര അങ്ങനെ തുടരുകയാണ്. കോടമഞ്ഞ് മൂടിയ വഴികളിലൂടെയാണ് സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ സഹയാത്രികൻ ബാക്ക് പാക്കർ സുധിക്കൊപ്പം ഹിമാലയൻ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിചാരിതമായ മലയിടിച്ചിലുകൾ യാത്രയ്ക്ക് പ്രതിസന്ധിയാകുന്നുണ്ട്. പക്ഷേ അവിടെയെങ്ങും അവരെ തടഞ്ഞു നിർത്താനാവുന്നില്ല. ആ റൈഡേഴ്സ് അങ്ങനെ യാത്ര തുടരുകയാണ്. ലോകത്തിൽ ഏറ്റവും എരിവുള്ള മുളങ്കൂമ്പ് കൊണ്ടുള്ള വിഭവങ്ങൾ, ഇതൊക്കെ ഈ യാത്രയിൽ സുർജിത്ത് നമ്മളെ പരിചയപ്പെടുത്തും. അരുണാചൽ അസം അതിർത്തിയായ ബാലുക് പോങ് വരെയുള്ള യാത്ര അല്പം സാഹസികത നിറഞ്ഞതായിരുന്നു, എരിവേറിയതും. കാണാം മോട്ടോർ സൈക്കിൾ ഡയറീസിന്റെ 10ാം അധ്യായം. ഹിമാലയത്തിന് മുകളിൽ നിന്നും റൈഡിംഗ് റിപ്പോർട്ടറിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞങ്ങള് തെങ്കാവാലി പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ മീൻ പിടിക്കുന്നതായി കാണുന്നുണ്ട്. ഭയങ്കര കാഴ്ചയാണ്. മീൻ ഇവിടെ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഈ പുഴയില്. അവർ എറിയുമ്പോഴൊക്കെ ഒരു 4-5 മീനൊക്കെ കിട്ടുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത സ്ഥലത്തു കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അരുണാചൽ പ്രദേശിൽ നിന്ന് ആസാമിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ റോഡ് കാണാത്ത വിധത്തിൽ കോട മൂടിയ ഒരു അവസ്ഥയാണുള്ളത്. ഫോഗ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട്, കോടമഞ്ഞുണ്ട്, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കൂടൽമഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ട്. ഒരു സുന്ദര വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കൂടിയാണ്, വെള്ളച്ചാട്ടം കടന്നാണ് നമ്മുടെ യാത്ര. ഒരു പാലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലയിടിച്ചിൽ ഭീഷണിയുള്ള മല, ഒരു ഭാഗത്ത് അഗാധമായ കൊക്ക, വെള്ളച്ചാട്ടം പോലുള്ള മനോഹരമായ കാഴ്ചകൾ ഇതൊക്കെ ഉണ്ട്. ഇതാ കാണുന്ന വെള്ളച്ചാട്ടം. നമ്മൾ ഇവിടെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം തേസ്പൂരാണ്. തേസ്പൂരിലേക്ക് ഇനി ഒരു 80 കിലോമീറ്ററോളം യാത്രയുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വ്യൂ പോയിന്റിലെത്തിയപ്പോൾ ഒന്ന് വണ്ടി നിർത്തിയതാണ്. ഒരു വഴി കാണിക്കാം. നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ട വഴിയാണ്. ഇത് കണ്ടു, ഒരു ഭാഗത്ത് പുഴ, മറുഭാഗത്ത് ഒരു രക്ഷയില്ലാത്ത വളവുകൾ. ഇങ്ങനത്തെ എത്രയോ സ്ഥലങ്ങൾ പിന്നിട്ടാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ യാത്ര തുടരുമ്പോഴേ പലതരത്തിലാണ് ഇതിന്റെ ഭൂപ്രകൃതി, ഈ ഒരു ടെറൈൻ്റെ ഭൂപ്രകൃതി കാണുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഒരു ഇങ്ങനെ സ്ലേറ്റ് പോലത്തെ പാറകൾ കണ്ടു. നമ്മൾ കണ്ടല്ലേ, ഇത് ചെളി കലർന്നിട്ടുള്ള പാറയാണ്. സ്ലേറ്റ് പോലെ, ശരിക്കും സ്ലേറ്റ് ആണ്. ഇത് കണ്ടില്ലേ, പണ്ടൊക്കെ ജിയോഗ്രഫി ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളൊക്കെ അവിടെ നേരിട്ട് കാണാൻ പറ്റും. ഈ അവസാദ ശിലകൾ, ആഗ്നേയ ശിലകൾ, അങ്ങനെയൊക്കെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. ഇങ്ങനെ മുറിഞ്ഞു പോരുന്നുണ്ട്. പക്ഷെ മറുഭാഗത്ത് കരികല്ല് പോലെ തന്നെയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ മരങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കൽക്കരിക്ക് മുമ്പുള്ളൊരു അവസ്ഥയായിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അന്നത്തെ സമയത്ത് രൂപമാറ്റം വന്നിട്ടുള്ള ആ ഒരു ഇത് നമുക്കത് കാണാൻ പറ്റും. പ്രസ് ചെയ്ത് നൂറ്റാണ്ടുകൾ കൊണ്ട് അങ്ങനെ ഇരുന്നതിന് ശേഷം അത് രൂപം മാറി കല്ലുകളായി മാറുന്നു. എന്തായാലും ഒരു അത്ഭുത ലോകം തന്നെ. കാരണം പല പാഠങ്ങളും ഹിമാലയം പഠിപ്പിക്കുന്നുണ്ട്. ആ പാഠത്തിൽ ഒന്ന് ഇത്തരം കാഴ്ചകൾ കൂടിയാണ്. തേസ്പൂരിലേക്കുള്ള യാത്രക്കിടെ പലതരം കാഴ്ചകൾ കാണുന്നു. ആ കൂട്ടത്തിലാണ് ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരുപാട് കടകൾ നമ്മൾ കണ്ടു. ആ കടയിൽ കോമൺ ആയിട്ടുള്ളൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നത് മുളങ്കൂമ്പാണ്. നമ്മുടെ നാട്ടിലെ മുളങ്കൂമ്പ് ആണ് ഈ കാണുന്നത്. ഇതുകൊണ്ട് എന്തൊക്കെ അവർ ചെയ്യുന്നറിയോ?
ഒരു അച്ചാറുണ്ടാക്കും, ഇവർ പലതരത്തിലുള്ള ഭക്ഷ്യ വിഭവങ്ങളുണ്ടാക്കും. അങ്ങനത്തെ അത്രമാത്രം വിവിധ തരത്തിലുള്ള അച്ചാറുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത് ഭയങ്കര, നോക്കൂ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ പറ്റും നമുക്ക്. പലതരം അച്ചാറുകൾ, അതായത് ഇതിൽ മത്സ്യവിഭവങ്ങളായിട്ടുള്ള അച്ചാറുകളുണ്ട്, മറ്റു തരത്തിലുള്ള മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള അച്ചാറുകളുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രീഷ്യസ് ആയിട്ട് ഇവർ വിൽക്കുന്നത് ഈ മുളങ്കൂമ്പിൻ്റെ അച്ചാറാണ്. അതിൻ്റെ അകത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ധാരാളം അച്ചാറുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കാഴ്ച കൂടിയുണ്ട്. ഇവിടെ ഒരു മുളകുണ്ട്. ഈ മുളകുണ്ടല്ലോ, ഈ തൂക്കിയിട്ട മുളകിൻ്റെ അടുത്ത് കൂടെ പോയാൽ തന്നെ പ്രശ്നമാവും. കാരണം ലോകത്തിലെ ഏറ്റവും എരിവുള്ള മുളകുകളിൽ ഒന്നാക്കി. ഈ മുളകിന് കിങ് മിർച്ചി അല്ലെങ്കിൽ ബോക്സി മിർച്ചി അങ്ങനത്തെ പേരുകളൊക്കെ എത്ര പറയുന്നത്. തൊട്ട് കഴിഞ്ഞാൽ എന്താവും അറിയില്ല, നീറ്റിൽ സഹിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഭയങ്കര പുകച്ചിലാത്രേ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഒരു ചേച്ചി നിൽക്കുന്നു. ആ ചേച്ചിയാണ് ഈ കടയുടെ ഉടമ എന്ന് തോന്നുന്നു. അവർ നമ്മളോട് ഭയങ്കര സ്നേഹത്തോടു കൂടി സംസാരിച്ചു. കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അല്ലേ സുധി? आप कितना साल से ये दुकान चल रहे हो? After 15 years. 15 years. 15 വർഷത്തിന്റെ പാരമ്പര്യമുണ്ട്. 15 വർഷത്തെ പാരമ്പര്യമുള്ള കടയാണിത്. आपका नाम क्या है? Anu. അനു. Mrs. Anu. ഗ്രേറ്റ്. എന്തായാലും ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഇവിടെ അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഗതി കാണുന്നത്. ഈ യാത്രക്കിടയിൽ ഇങ്ങനത്തെ ഒരു ഭക്ഷ്യ വിഭവം കൂടി പരിചയപ്പെടുത്തുകയാണ്. അരുണാചലിൻ്റെ തനത് വിഭവങ്ങളിൽ ഒന്നാണിത്. ഇവരുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലെല്ലാം തന്നെ ഈ മുളയുടെ സാന്നിധ്യം പ്രധാന ഘടകം എന്നുള്ളത് മനസ്സിലായി. മുളയുടെ അച്ചാറ്, ഉപ്പിലിട്ടത് ഒക്കെ ഇവിടെ വന്നാൽ കിട്ടും. ഇവിടെ ആർത്തലച്ചൊഴുകുന്ന പുഴ, ആ പുഴയിലേക്ക് ഇതാ ഒരു വെള്ളച്ചാട്ടം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച. ചെറിയ രീതിയിൽ നിന്ന് പെട്ടു അല്ലേ സുധി? ഒരു ചെറിയൊരു പാറക്കല്ല് ഒന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞ് റോഡിന്റെ നടുക്ക് വന്ന് കിടപ്പുണ്ട്. 2 ജേസികൾ അപ്പുറം ഇപ്പുറം നിന്ന് അതിനെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഉണർന്നിട്ടില്ല. ഇവിടെ നമ്മളിത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് ചോദിക്കേണ്ടത് എവിടെയാ നാട് എന്ന് ചോദിക്കേണ്ടായത്. മലയാളം പറയുന്നത് കേട്ടോണ്ട് ഞാൻ വന്ന് ചോദിച്ചു. യാത്രക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ആ ലാൻഡ് സ്ലൈഡ് നടന്ന ഏരിയയിൽ അത് മാറ്റാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കല്ല് കേരള ഇവരൊക്കെ സൈന്യത്തിൽ തന്നെയാണോ? ആ, അദ്ദേഹം സൈന്യത്തിലാണ്. ഇവർ സൈനികരാണ്. സേവനത്തിന് ശേഷം അവധി എടുത്തിട്ട് നാട്ടിലേക്ക് മടങ്ങുകയാണ്. അരുണാചലിലേക്ക് യാത്ര ചെയ്യാൻ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അല്ല ഈ യാത്ര എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനായി ചില പെർമിറ്റുകളുടെ ആവശ്യമുണ്ട് അല്ലേ സുധി? അരുണാചലിൽ കയറാൻ വേണ്ടിയിട്ട് ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയും. ഇന്നർ ലൈൻ പെർമിറ്റ് നമുക്ക് ഈ ബോർഡറിൽ തന്നെ അതിനുള്ള ഓഫീസുകളുണ്ട്, അവിടെ നിന്ന് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കാം. ഓൺലൈനായിട്ട് എടുക്കണമെങ്കിൽ 7 ദിവസത്തേക്ക് നമുക്ക് കിട്ടും. അതല്ല ഇവിടെ വന്ന് എടുക്കുവാണെങ്കിൽ നമുക്ക് 15 ദിവസത്തേക്ക് കിട്ടും. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ട്രൈബൽ ലാൻഡാണ്. അതൊക്കെ കൊണ്ട് തന്നെ ആളുകളുടെ പുറത്തുനിന്നുള്ള ആളുകളുടെ കടന്നുകയറ്റം അല്ലെങ്കിൽ കുടിയേറ്റം അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഇന്നർ ലൈൻ പെർമിറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഹിമാലയ യാത്ര പൂർത്തിയാകുന്നു. നിലവിൽ ഉള്ളത് ആസാമിലാണ്. ആസാമിൻ്റെയും അരുണാചലിൻ്റെയും അതിർത്തിയായ ബാലുപോങ്ങിൽ യാത്ര തുടരുകയാണ്. സുർജിത് അയ്യപ്പത്ത്, 24. അപ്പോൾ ബാലുപോങ്ങിലെ വിഭവങ്ങളൊക്കെ കണ്ടല്ലോ. ആ യാത്ര, അവിടുത്തെ ഭക്ഷണം, സംസ്കാരമൊക്കെ അവരിങ്ങനെ പകർത്തിയെടുത്തു. ഏറെ ദുർഘടം പിടിച്ചൊരു യാത്രയായിരുന്നു. ആ വഴിയിലെ കാഴ്ചകൾ, വഴിയിലെ ആ വലിയ പാറക്കെട്ടുകളും ഇടിഞ്ഞു വീഴുന്ന മലനിരകളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത്രയും റിസ്കിയായ ഒരു യാത്രയായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മനോഹരമായ ദൃശ്യങ്ങളാണ് സുജിത്തും സുധിയും ചേർന്ന് നമുക്ക് വേണ്ടി പകർത്തി 24 ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാവുന്നു. ഒരുപാട് പേരുടെ കമൻ്റ് ഉണ്ട്.